ഹായ് ഫ്രണ്ട്സ്, ഹൃദ്രോഗം ചെറുപ്പക്കാരിൽ കൂടുതലാണോ? തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഹൃദ്രോഗം ചെറുപ്പക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഹൃദ്രോഗം ഏത് പ്രായക്കാരെയും ബാധിക്കാം. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചികിത്സ ആവശ്യം വരുന്നതും മരണം വരെ ഉണ്ടാക്കുന്നതും ഹൃദ്രോഗം മൂലമാണ്. പ്രായമുള്ളവരെ പോലെ ചെറുപ്പക്കാരിലും ഹൃദ്രോഗ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. ഇതെന്തുകൊണ്ടാണ്? ഇതിന്റെ കാരണങ്ങൾ എന്തെല്ലാം? ഒരു കഥ പറഞ്ഞു. OPയിൽ 25 വയസ്സായ ചെറുപ്പക്കാരൻ വന്നിരിക്കുകയാണ്. ഡോക്ടറെ 2 ദിവസമായിട്ട് ഭയങ്കര ഗ്യാസ്, വയറിലൊരു എരിച്ചില്, നെഞ്ചിലൊരു എരിച്ചില്, ഒരു ECG കാണിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു വയറിന്റെ ഡോക്ടർ കണ്ടിട്ട് ഇത് ഗ്യാസിന്റെ അസുഖമല്ല എന്ന് പറഞ്ഞ് കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു വിട്ടതാണ്. ECG നോക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കാണ്. ഇതൊരു ഹൃദ്രോഗമാണ്, ഗ്യാസ് അല്ല എന്ന് ഇദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തന്നെ വളരെ കഷ്ടപ്പെട്ടു. ആൻജിയോഗ്രാം നോക്കുമ്പോൾ ഇടത് സൈഡിലെ പ്രധാന രക്തക്കുഴൽ 100% ഹൃദയത്തിൽ അടഞ്ഞിരിക്കുകയായിരുന്നു. ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, അദ്ദേഹം സുഖം പ്രാപിച്ചു. ഇന്നിപ്പോ ഹൃദ്രോഗം ഏത് പ്രായക്കാരിലും കണ്ടുവരും. പല നെഞ്ചുവേദനകളെയും ചെറുപ്പക്കാർ എസ്പെഷ്യലി ഗ്യാസ് ആണെന്നും മറ്റും അവഗണിക്കാറുണ്ട്. അങ്ങനെയല്ല, ഹൃദയത്തിന്റെ ഭാഗത്ത് നെഞ്ചിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹൃദ്രോഗമാണോ എന്ന് പരിശോധിക്കും. പൊതുവിൽ ഇന്നിപ്പോൾ ഹൃദ്രോഗം ചെറുപ്പക്കാരിൽ കൂടുതലാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വർദ്ധിച്ച രീതിയിൽ ഹൃദ്രോഗം കണ്ടുവരുന്നത്? നമുക്കൊന്ന് നോക്കാം. പൊതുവിൽ ഹൃദ്രോഗത്തിന്റെ കാരണങ്ങൾ ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്ന പ്രായമുള്ളവരിലാണെങ്കിലും ഏകദേശം ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഹൃദ്രോഗ സാധ്യത നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ചെറുപ്പക്കാരിൽ വർദ്ധിച്ചു വരുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന വ്യതിയാനം, അത് കൂടുതലായിട്ടുള്ള ഹോട്ടൽ ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, കൂടുതലായിട്ടുള്ള ജങ്ക് ഫുഡ്, ഭക്ഷണത്തിന്റെ രീതിയിൽ മൊത്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടുതലാണ്. അതുപോലെ പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും ഉപയോഗം കുറവാണ്. പൊരിച്ചതും വറുത്തതുമായ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഇതാണ് ഈ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റമാണ് ഒന്നാമത്തെ വില്ലൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2, ചെറുപ്പക്കാര് പൊതുവിൽ വ്യായാമത്തിന്റെ അളവ് പൊതുവെ കുറവാണ്. എപ്പോഴും വാഹനത്തിലായിരിക്കും സഞ്ചാരം, ഇരുന്നുള്ള വൈറ്റ് കോളർ ജോബോ ഓഫീസ് ജോബോ ആയിരിക്കാം. അപ്പോൾ ഈ വ്യായാമത്തിന്റെ കുറവ് നല്ലൊരളവ് ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു. എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നു, ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്നു, വ്യായാമമില്ല, ഇത് 3 കൂടെ ആകുമ്പോൾ വണ്ണം വയ്ക്കും. അത് പ്രധാനമായിട്ടും നമ്മൾക്ക്, പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക്, കുടവയറും അങ്ങനെയാണ്, കൊഴുപ്പ് വയറിലരിഞ്ഞു കൂടുന്നു. ഈ കുടവയറും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇപ്പം പ്രധാനമായിട്ടും നമ്മുടെ കയ്യിലിരിപ്പാണ് ഇവയെല്ലാം നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇന്നിപ്പോൾ സ്ട്രെസ് ലെവൽസ് കൂടുതലാണ്. അത് ജോലി ചെയ്യുന്നവർക്കാണ് ജോലി സംബന്ധമായ പിരിമുറുക്കങ്ങളായിരിക്കാം, മറ്റ് സാമൂഹികമായിട്ടോ മറ്റ് കാര്യങ്ങളുടെ പിരിമുറുക്കം, സ്ട്രെസ്, സ്ഥിരമായിട്ട് പിരിമുറുക്കമുള്ളവരിൽ ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട്, അത് ജോലിയുടെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ഇന്നത്തെ ജീവിത രീതികൾ കൊണ്ടായിരിക്കാം, ഉറക്കം പൊതുവെ ഒരു കുറവുള്ള കാര്യമാണ്. അത് ചെറുപ്പക്കാരിലും പ്രായമുള്ളവരിലും ഉറക്കം കുറവാണ്. ഉറക്കം കുറയുന്നതും സ്ട്രെസ് കൂടുന്നതും ഹൃദ്രോഗ സാധ്യതയും രക്താതിസമ്മർദ്ദവും വർദ്ധിപ്പിക്കും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കുന്ന കാരണങ്ങൾ. ഇനി കുറച്ച് ആൾക്കാരിൽ മറ്റ് ഇൻഫെക്ഷൻസ് കാരണം, ഏതെങ്കിലും നമ്മൾ അറിയാത്ത വൈറൽ ഇൻഫെക്ഷനോ മറ്റോ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് ചില കേസുകളിൽ ഹൃദ്രോഗം കണ്ടുവരാറുണ്ട്. ഇനി ഈ പറഞ്ഞ നമ്മുടെ കയ്യിലിരിപ്പും മറ്റും കൊണ്ട് പ്രമേഹത്തിന്റെ അളവ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരിൽ പ്രമേഹം വളരെ കോമൺ ആണ് ഇപ്പോൾ പണ്ടത്തെക്കാളും. രക്താതിസമ്മർദ്ദം വളരെയധികം കൂടുതലാണ്. പലരുടെയും കൊളസ്ട്രോൾ പരിശോധിച്ചാൽ വളരെ കൂടുതലായിരിക്കും. പലപ്പോഴും ഇവർ മരുന്ന് കഴിക്കാൻ മടിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ജനിതകമായ സാധ്യത, പാരമ്പര്യം ഒരു വലിയ ഘടകമാണ്. നമ്മുടെ കുടുംബത്തിൽ തൊട്ടടുത്ത ബന്ധുക്കൾക്ക്, അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ചെറുപ്രായത്തിൽ ഹൃദ്രോഗം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കും ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ജനിതക സാധ്യത, അതുപോലെ പാരമ്പര്യമായിട്ട് ഹൃദ്രോഗമുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർ വളരെയധികം സൂക്ഷിക്കണം. ഇവര് ഈ പറഞ്ഞ പാരമ്പര്യത്തോടൊപ്പം മറ്റ് ദുശീലങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് പുകവലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വണ്ണം കൂടുതലാണ്, ഇവ കൂടെ ഉണ്ടെങ്കിൽ ഹൃദ്രോഗ സാധ്യത വർദ്ധിക്കുന്നു. തീർച്ചയായിട്ടും ഈ വണ്ണം കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക, ഭക്ഷണം നിയന്ത്രിക്കുക, ഈ 3 കാര്യങ്ങളിലൂടെ നമുക്ക് ഹൃദ്രോഗ സാധ്യത നല്ലൊരളവ് വരെ ചെറുപ്പക്കാരിൽ കുറയ്ക്കാൻ സാധിക്കും. പലപ്പോഴും പത്രത്തിൽ മാത്രം വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ചെറുപ്പക്കാരനായ ഒരാൾ ജിമ്മിൽ കുഴഞ്ഞു വീണു, അല്ലെ വ്യായാമത്തിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഇത് പലപ്പോഴും ഹൃദ്രോഗം മൂലമാണ്. ഈ ഹൃദ്രോഗം ആദ്യമായിട്ട് ഒരാൾക്ക് വരുന്നത് നെഞ്ചുവേദനയായിട്ടായിരിക്കണം എന്നില്ല, കുഴഞ്ഞു വീണ് കാർഡിയക് അറസ്റ്റ് സംഭവിക്കുമ്പോഴായിരിക്കും ഹൃദ്രോഗം അഥവാ ഹാർട്ട് അറ്റാക്ക് വന്നതെന്ന് അറിയുന്നത്. അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നത് പലപ്പോഴും പല ആൾക്കാരിലും കാർഡിയക് അറസ്റ്റോ അല്ലെങ്കിൽ കുഴഞ്ഞു വീണുള്ള പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, മുതിർന്നവരിലാണെങ്കിലും അല്ലെങ്കിൽ പ്രായമുള്ളവരിലാണെങ്കിലും ചെറുപ്പക്കാരിലാണെങ്കിലും ഹൃദ്രോഗത്തിന്റെ കാരണങ്ങൾ ഏറെക്കുറെ ഒന്ന് തന്നെയാണ്.
ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഹൃദ്രോഗം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. കാരണം ഈ പാരമ്പര്യത്തെക്കാൾ കൂടുതൽ ഈ പറഞ്ഞ നമ്മുടെ കയ്യിലിരിപ്പ്, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ വ്യായാമമില്ലായ്മ, നമ്മുടെ സ്ട്രെസ്സ്, നമ്മുടെ അമിതവണ്ണം, നമ്മുടെ കുടവേവ്, അതുപോലെ ഉറക്കമില്ലായ്മ, അതുപോലെ രക്താതിസമ്മർദ്ദം, കൊളസ്ട്രോള്, ഷുഗറിന്റെ അല്ലെങ്കിൽ ഡയബറ്റിസ് രോഗം, ഇവയാണ് ഹൃദ്രോഗത്തിന് ചെറുപ്പക്കാരിലുള്ള പ്രധാന വില്ലൻ. അതോടൊപ്പം തന്നെ പല പഠനങ്ങളിലും നമ്മളിപ്പോഴുള്ള ഏഷ്യക്കാരിൽ കൊളസ്ട്രോളിന്റെ ഒരു പ്രത്യേക വകഭേദം ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലി അഥവാ കുഞ്ഞൻ ലൈപ്പോപ്രോട്ടീൻ ഇത് കൂടുതലാണെന്നും ഇത് ഹൃദ്രോഗത്തിന് ഒരു കാരണമാണെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ എല്ലാ കാരണങ്ങളും നമ്മൾ വിചാരിച്ചാൽ നല്ലൊരളവ് വരെ മാറ്റി നിർത്താൻ സാധിക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരിലെ ഹൃദ്രോഗ സാധ്യത കൂടുതലാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ സമൂഹത്തിൽ ഹൃദ്രോഗത്തിന്റെ അളവ് കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ തടയാനായിട്ട് നമ്മളൊരു നല്ല ജീവിത രീതി ചെറുപ്പകാലം മുതൽ പിന്തുടർന്നാൽ തീർച്ചയായിട്ടും ഹൃദ്രോഗത്തെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. താങ്ക് യു.